ഒന്ന് സൈലൻ്റ് ആയി കഴിഞ്ഞാൽ ആന പുറത്തേക്ക് വരും എന്നുള്ള ഒരു അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഉടൻ തന്നെ എന്ന് തന്നെ പറയാം ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം. കയറുന്നു, വീണ്ടും അത് താഴേക്ക് വീഴുന്നു, ആ മട്ടിലാണല്ലോ വിപിൻ. ഇതിപ്പോൾ സ്വന്തമായി കയറി വരാൻ വേണ്ടി കുറച്ച് സമയം ആളുകളൊക്കെ മാറി നിൽക്കുന്നതാണോ, അതോ ഇനി എന്ത് എന്ന വനം വകുപ്പിനും ഒരു ശങ്കയുണ്ടോ? എങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ വനം വകുപ്പിനും ആലോചനയുണ്ടോ? അതിപ്പോൾ വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കയറാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് വീണ്ടും താഴേക്ക് ആന പോകുന്നു. അതിൽ എങ്ങനെ എന്നതിൽ വനം വകുപ്പിനും ചില സംശയങ്ങളുണ്ടോ? അതിന് വിപിൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പിൻകാലുകൾക്ക് ബലം കുറവാകുന്നു, അതുകൊണ്ട് അതിന് കാലുകൾ ഉറപ്പിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മണ്ണ് മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടാകില്ല അല്ലേ? അതെ, ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. അവർ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പരമാവധി മണ്ണ് മാറ്റി കൊടുത്ത് ആനയ്ക്ക് കുറച്ച് ഒരു ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്ക് കയറി വരാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. ആ രീതിക്കാണ് ഇപ്പോഴുള്ള പ്രവർത്തനം നടക്കുന്നത്. പരമാവധി മണ്ണ് മാറ്റി കൊടുത്താൽ ആനയ്ക്ക് കയറി വരാം, അത്ര ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന്, അതുകൊണ്ട് തന്നെ കയറി വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലുള്ളത്. ഇനി കൂടുതലായിട്ടുള്ള പരിശോധനകളൊക്കെ വേണം. പറഞ്ഞതുപോലെ തന്നെ ആന ഇനി കയറി കഴിഞ്ഞാൽ തന്നെ ഒരു നിരീക്ഷണം, നല്ല രീതിയിലുള്ള ഒരു നിരീക്ഷണം അതിന് വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പോൾ ഇന്ന് പുലർച്ചെ 1 മണിക്ക് വീണതാണ്, 20 മണിക്കൂറോളമായിരിക്കുന്നു. അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി, അവിടെ ഈ കിണറ്റിൽ കിടന്ന സമയത്ത് പരിഭ്രാന്തി, ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അതിനെ ബാധിച്ചിട്ടുണ്ടാവുക, ആ ഒരു സ്ട്രെസ്സ് ഏത് രീതിയിലായിരിക്കും ആനയെ ബാധിച്ചിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി വനം വകുപ്പിൻ്റെ അവരുടെ ഒരു നിരീക്ഷണ പരിധിയിലാണ്. അത് അല്പസമയത്തിനകം തന്നെ ആന പുറത്തെത്തിയതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങളിലേക്ക് ഒക്കെ കടക്കുകയും ചെയ്യുക. ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതിന് തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ പരിഗണന എന്നു പറഞ്ഞതോടുകൂടിയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇന്ന് നാട്ടുകാരുമായുള്ള ചർച്ചയിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സമവായം ഉണ്ടാകുന്നതും ആനയെ ഇപ്പോൾ ഈ രാത്രിയെങ്കിലും പുറത്തെത്തിക്കാനുള്ള നീക്കവും ഉണ്ടായത്. കാരണം ഒരു കാരണവശാലും ഈ ആനയെ പുറത്തെത്തിച്ച് ഇവിടെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു നാട്ടുകാരുടെ ഒരു നിലപാട്. അങ്ങനെയാണ് പലതവണ ചർച്ചകൾ നടക്കുന്നതും അതെല്ലാം തന്നെ പരാജയമാവുന്നതും വലിയ പ്രതിഷേധങ്ങളിലേക്കും കുത്തിയിരുന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ മാറിയത്. ആ സമയത്തും ആനയെ പുറത്ത് എത്തിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, അതിനെ JCB ഉപയോഗിച്ച് അതിനെ പുറത്തെത്തിക്കുകയാണെങ്കിൽ അതിൽ നാട്ടുകാർക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല. കാരണം വനം വകുപ്പ് പറ്റിക്കും, ആ രീതിക്ക് ഇത് തൊട്ടടുത്താണ് കാട്, അപ്പോൾ അവിടേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു കരുതിയിരുന്നത്. അതിലൊരു ധാരണയായിട്ട് മാത്രം ഈ ആനയുമായിട്ടുള്ള രക്ഷാദൗത്യവും മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെയാണ് ഇത്രയേറെ ഈ രാത്രിയിലേക്ക് എത്തിയതും ഈ പ്രതിഷേധം നടക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ 3 കാര്യങ്ങളിലാണ്, ഇതിപ്പോൾ ഈ ഫെൻസിങ് ഇവിടെ ഇല്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാട്ടാനശല്യം രൂക്ഷമാകാൻ കാരണം എന്നുള്ളതാണ് വനം വകുപ്പ് തന്നെ പറയുന്നത്. 7.5 കിലോമീറ്ററോളം ഫെൻസിങ് ഇനിയും ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി നാളെ കൊടുക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഫെൻസിങ്ങിന് ശേഷവും ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇന്ന് DFOയുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്രയേറെ തവണ ആനകൾ വരികയും ഇവിടുത്തെ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇന്നിപ്പോൾ ഈ കാട്ടാന കിണറ്റിൽ വീണ സമയത്ത് അവർ അത് ഉപയോഗപ്പെടുത്തിയത്. അവർ ആ കാര്യങ്ങൾ പറയാൻ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയതിൽ അവർ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. ആനയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടി, ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ള കൂടി കേൾക്കണം എന്നുള്ളത് അവർ പറയുകയും അത് ഒരു പ്രതിഷേധത്തിൻ്റെ മോഡിലേക്കൊക്കെ മാറുകയുമായിരുന്നു. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരെത്തിയിട്ടുണ്ട്. നാളെയും ഈ കർഷകരുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ആ കാട്ടാനശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ അതിന് ഇട്ടുകൊടുക്കുന്നുണ്ടല്ലോ, ഒരുപക്ഷെ അതിന് എന്തെങ്കിലും ആഹാരം ഇട്ടുകൊടുക്കുന്നതാണോ എന്നറിയില്ല, അതോ ഈ കരയിൽ നിന്ന് എന്തെങ്കിലും മരങ്ങളോ മറ്റോ ഈ മണ്ണെടുത്ത ഘട്ടത്തിൽ അങ്ങോട്ട് മറിഞ്ഞു വീഴുന്നതാണോ എന്നും അറിയില്ല. ആനയ്ക്ക് എന്തോ ആ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഭക്ഷണം കൊടുക്കാനുള്ള ശ്രമമാണോ, അതോ അതിന് കരയ്ക്ക് കയറാനുള്ള അതിൻ്റെ പ്രലോഭനമാണോ? അക്കാര്യത്തിലൊരു കൃത്യതയില്ല. ഭക്ഷണമാണോ അതോ ഗ്രിപ്പ് കിട്ടാനുള്ള എന്തോ ഒരു വസ്തുവാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ആനയ്ക്ക് കയറി വരാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമുള്ള കിണറാണ്. അപ്പോൾ ഈ വെള്ളവും മണ്ണും കൂടി കലർന്ന് അതൊരു ചെളിയായി ആനയുടെ കാലിൽ പെട്ടെന്ന് അതിനെ വിചാരിച്ചതുപോലെ കയറി വരാൻ ഉള്ളൊരു തടസ്സം നേരിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതും ഇപ്പോൾ അറിയില്ല. കാരണം നമുക്ക് ഈ പ്രദേശങ്ങളിലേക്ക് ഇതിന് തൊട്ടടുത്തേക്ക് ഒന്നും തന്നെ പ്രവേശനമില്ല. കാരണം അത്രത്തോളം ജാഗ്രതയോടു കൂടിയാണ് ഈ ഒരു ദൗത്യം
ഈ ഒരു മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വനപാലകരും പോലീസും മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. ഇവിടെ ഒരു ലൈറ്റ് പോലും ഇടാതെ എല്ലാവരും തന്നെ വളരെ ദൂരെ മാറി നിന്നുകൊണ്ട് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അത് ഏതെങ്കിലും രീതിയിലാണ് മനസ്സിലായി. അവിടേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. കുറേ ദൂരെ മാറി നിൽക്കുകയാണ് ആളുകളൊക്കെ. ആ കിണറ്റിലേക്ക് ആളുകൾ എന്തൊക്കെയോ ഇടുന്നുണ്ട്. ഒന്നുകിൽ അത് ആനയ്ക്ക് കഴിക്കാനുള്ള ഓലയാണോ എന്നറിയില്ല. അതല്ല ആനയ്ക്കൊരു പക്ഷേ ആ കിണറിൽ നിന്ന് അതിന് ഈ ചെളിയിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അതിന് സുഗമമായി കാലുകൾ വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കലാണോ എന്നറിയില്ല. എന്തായാലും അത്തരം ചില നടപടികൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. അത് ഏറെക്കുറെ കിണറിനൊപ്പം ആ മണ്ണിളക്കി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആനയ്ക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരുപക്ഷെ കാലുകൾക്ക് ബലം കുറവുണ്ടാകാം. വീണ്ടും അത് ഇങ്ങനെ കയറാനുള്ള ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് സമയമായി ഇങ്ങനെ തന്നെ ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ കയറാൻ ശ്രമിക്കുന്നു. ഇപ്പോഴിതാ കുറച്ചുകൂടി അത് മുന്നോട്ട് വരുന്നു.